എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം. ഇതൊരു മാമ്പഴക്കാലമാണ് അല്ലേ? ഒരുപാട് മാങ്ങയൊക്കെ കിട്ടുന്ന സമയം. മാങ്ങ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്. മാങ്ങ ഇഷ്ടമില്ലാതെ ആരും തന്നെ ഉണ്ടാവില്ല. ഞാനും കടയിൽ പോയപ്പോൾ കുറച്ച് മാങ്ങ വാങ്ങിച്ചു. വീട്ടിൽ വന്നിട്ട് കഴിക്കാൻ നോക്കിയപ്പോൾ മനസ്സിലൂടെ കടന്നുപോയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം തോന്നി. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, നമ്മുടെ എല്ലാവരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ അതിലുണ്ട് എന്ന് തോന്നി. ഏതായാലും ഇതൊരു വലിയ വീഡിയോ ഒന്നുമല്ല, ചെറിയ ഒരു വീഡിയോ ആണ്. പക്ഷേ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് തിരിച്ചറിവുകളിലേക്ക്, ചില ഓർമ്മപ്പെടുത്തലിലേക്ക് നിങ്ങളെയൊക്കെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു ചെറിയ ശ്രമം മാത്രമാണ്. എൻ്റെ എല്ലാ വീഡിയോസും എല്ലാവരെയും ഒരേപോലെ സ്വാധീനിക്കുമെന്ന വിശ്വാസമൊന്നും എനിക്കില്ല. പക്ഷേ ഞാൻ ചെയ്യുന്ന ഏതൊരു വീഡിയോയും ആരെയെങ്കിലുമൊക്കെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് കുറച്ച് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നതും. ഏതായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് തന്നെ വരാം. നിങ്ങളുടെ കയ്യിൽ മനോഹരമായിട്ടുള്ള നല്ല ഒരു മാങ്ങയുണ്ട്. നല്ല പഴുത്ത തേനൂർ എന്ന മധുരമുള്ള ഒരു മാങ്ങ, നല്ല മഞ്ഞ കളറുള്ള മാങ്ങ. അങ്ങനെയുള്ള ഒരു മാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ കൊതിയാണ് അല്ലേ? ഏതായാലും അത് ആ സമയത്ത് തന്നെ നിങ്ങൾ കഴിച്ചില്ല. പകരം അതിനെ കുറച്ചുകൂടി ആസ്വദിച്ചിട്ട് കഴിക്കാമെന്ന് കരുതി ഫ്രിഡ്ജിൽ വെച്ചു, ഒന്ന് തണുപ്പിക്കാമെന്ന് കരുതി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മാങ്ങ നല്ലവണ്ണം തണുത്തു. അപ്പോൾ തണുത്ത മാങ്ങ, മധുരമുള്ള മാങ്ങ കഴിക്കാൻ നല്ല രുചിയായിരിക്കും അല്ലേ? അങ്ങനെ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് നിങ്ങൾ കഴുകി വൃത്തിയാക്കി ഒടുവിൽ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ്, അപ്പോഴേക്കും നല്ല ഭംഗിയുണ്ടാവും. നല്ല മഞ്ഞ കളറാണ്, അതിൻ്റെ ചാറിങ്ങനെ മെല്ലെ ഇറ്റിറ്റ് വീഴുന്നുണ്ടാവും. അങ്ങനെ നിങ്ങൾ കത്തി കൊണ്ട് അത് മുറിച്ചു, ഒന്നുകൂടി മുറിച്ച് ഒരു കഷ്ണം കൂടി ആക്കി അത് കഴിക്കാൻ നോക്കുമ്പോൾ നിങ്ങൾക്കത് കഴിക്കാൻ പറ്റുന്നില്ല. കാരണം വേറെ ഒന്നുമല്ല, അതിൻ്റെ ഉള്ളിൽ കേടായിരുന്നു, കുറേ പുഴുക്കളും ഉണ്ട്. എന്തായിരിക്കും നിങ്ങളുടെ ആ സമയത്തെ മാനസികാവസ്ഥ? നിങ്ങൾക്ക് സങ്കടം വരും, ദേഷ്യം വരും, ആരോടൊക്കെയോ വെറുപ്പ് വന്നു അല്ലേ? ഈ ഒരു മാങ്ങയുടെ കാര്യം നമ്മുടെ ജീവിതവുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതല്ലേ ഇപ്പം ആലോചിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതുപോലെ തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിലെ പല ബന്ധങ്ങളും? പുറമെ വളരെ ഭംഗി തോന്നും, നമ്മളത് കുറേ ആസ്വദിക്കും. കുറേ കഴിയുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ അത്ര ശുദ്ധമായിരുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോഴേക്കും ഒരുപാട് വൈകിയിട്ടുണ്ടാവും. അത് പിന്നീട് സങ്കടങ്ങളിലേക്കും ദേഷ്യത്തിലേക്കും വെറുപ്പിലേക്കുമൊക്കെ വഴുതി വീഴും. ശരിയല്ലേ? നമുക്കൊരുപാട് ചങ്ങാതിമാരുണ്ടായിരുന്നില്ലേ? നമ്മൾ ചേർത്ത് പിടിച്ച, ഹൃദയത്തോട് ചേർത്ത് പിടിച്ച നല്ല ചങ്ങാതിമാർ. ഒരുപാട് സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും. അവരുടെ പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ ഇടപെട്ടിട്ടുണ്ടാവും. അവരുടെ ഓരോ പ്രതിസന്ധികളിലും നമുക്ക് വലിയ ആത്മവിശ്വാസം പകർന്നു കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ പിന്നീട് എപ്പോഴും നമുക്കൊരാവശ്യം വന്നപ്പോൾ അവർ പൊടിയും തട്ടി അങ്ങ് പോയി. ഒരു വാക്ക് പോലും, ഒരു നല്ല വാക്ക് പോലും പറഞ്ഞില്ല. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണങ്ങാതെ മുറിവ് സമ്മാനിച്ച് കടന്നുപോയ ഒരുപാട് ചങ്ങാതിമാർ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാവും, അല്ലെങ്കിൽ നമ്മളിൽ പലരുടെയും ജീവിതത്തിൽ. ഇനി സൗഹൃദങ്ങളിൽ മാത്രമല്ല, പ്രണയങ്ങളിലേക്ക് വന്നാലും ഇങ്ങനെ തന്നെയല്ലേ? ഒരുപാട് കാലം ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചിട്ട് ജീവിതത്തിൽ നമ്മൾ ഇനി ഒരിക്കലും പിരിയില്ല എന്ന വലിയ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിട്ട്, എന്നും ഒപ്പം ഉണ്ടാകുമെന്ന വലിയ ഫിലോസഫിയൊക്കെ പറഞ്ഞിട്ട്, ഒരു ദിവസം തൻ്റെ സ്വാർത്ഥമായിട്ടുള്ള ഇഷ്ടങ്ങൾക്കോ താല്പര്യങ്ങൾക്കോ മുന്നിൽ ഇതുവരെ ഇഷ്ടപ്പെട്ട, സ്നേഹിച്ച, പരസ്പരം സ്നേഹം പങ്കിട്ട ആളെ ഒഴിവാക്കി അവഗണിച്ച് കടന്നു പോകുമ്പോൾ അതൊരു മുറിവാണ്. അങ്ങനെ മുറിവേറ്റ ഒരുപാട് ആളുകളുണ്ട്, അതിൻ്റെ ഓർമ്മകൾ പേറി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ. ഇനി സൗഹൃദങ്ങളും പ്രണയങ്ങളും ഒക്കെ നമുക്ക് മാറ്റി നിർത്താം. നമ്മൾ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകർക്കിടയിൽ, ഏത് ജോലിയുമാവട്ടെ, ഏത് മേഖലയുമാവട്ടെ, അവിടെയൊക്കെ ഒന്നിച്ച് ജോലി ചെയ്യുന്ന ആളുകൾ, ഒന്നിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും, ഒന്നിച്ച് പരസ്പരം സഹായങ്ങൾ പങ്കിട്ടിട്ടുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. എവിടെ പോകണമെങ്കിലും ഒന്നിച്ച് പോവുകയും വരികയും ഒക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സന്ദർഭങ്ങളിലോ ഒക്കെ നമ്മളെ പറ്റിക്കുകയോ നമ്മളെ കുറ്റപ്പെടുത്തുകയോ ഒക്കെ ചെയ്യുന്ന ആളുകൾ പിന്നീട് ഒരിക്കലും ചങ്ങാതിമാരാവാതെ ശത്രുക്കളായി മാറേണ്ടി വരുന്ന ഒരുപാട് ആളുകൾ, അങ്ങനെയുള്ള ആളുകളും നമ്മുടെ സഹപ്രവർത്തകർക്കിടയിൽ ഉണ്ടായിട്ടുണ്ടാവും. ഇതൊക്കെ വിട്ടിട്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങളിലേക്ക് വന്നു നോക്കിയേ. നമ്മുടെ കൂടപ്പിറപ്പുകൾ, നമ്മളെ ചേട്ടന്മാരും ചേച്ചിമാരും അനിയന്മാരും അനിയത്തിമാരും, ഇവരൊക്കെ ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ്, ഒന്നിച്ച് കിടന്നുറങ്ങിയവരാണ്, ഒരു പാത്രത്തിൽ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചവരാണ്. പക്ഷെ വലുതായപ്പോൾ എന്തിനെങ്കിലും പേരിൽ
ഈ സ്വത്തിൻ്റെയൊക്കെ പേരിൽ അടികൂടി തല്ലുകൂടി വഴക്ക് പിരിഞ്ഞു പോകുന്ന ആളുകളില്ലേ, മനസ്സിൻ്റെ ഉള്ളിൽ മായാതെ മുറിവും നൽകിയിട്ട് കടന്നു പോകുന്നവർ. ഇവരൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ആളുകളെ ആയിരുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടി വരുന്ന നിമിഷം. പുറമെ കണ്ടതൊന്നും സത്യമായിരുന്നില്ലെന്നും മനസ്സിൻ്റെ ഉള്ളിൽ ശുദ്ധമായിരുന്നില്ല എന്നും തിരിച്ചറിയേണ്ടി വരുന്ന ജീവിതത്തിലെ നൂറുകണക്കിന് അനുഭവങ്ങൾ പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ടാവും. ഇതൊക്കെ മനസ്സിൻ്റെ വലിയ സങ്കടങ്ങളാണ്. അങ്ങനെയുള്ള സങ്കടങ്ങളുടെ ഭാരം ചുമന്ന് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ കാണുന്നവരുടെ കൂട്ടത്തിലും ഒരുപാടുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ചേർത്ത് പിടിച്ച ആളുകൾ നമുക്ക് സമ്മാനിച്ച സങ്കടങ്ങളുടെ ഭാരങ്ങൾ ഏറ്റുവാങ്ങി ജീവിക്കുന്ന ഒരുപാട് ആളുകൾ. സത്യം പറഞ്ഞാൽ അങ്ങനെ ജീവിക്കുന്ന, നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളുടെ ഓർമ്മകളിലൂടെ ജീവിക്കുന്ന, അങ്ങനെയുള്ള സങ്കടങ്ങളിലൂടെ ജീവിക്കുന്ന ആളുകളോട് എന്താശ്വാസവാക്കാണ് ഞാൻ അവർക്ക് സമ്മാനിക്കേണ്ടത് എന്ന ഒരു വലിയ ആശയക്കുഴപ്പം സത്യത്തിൽ എനിക്കുണ്ട്. പറയാനുള്ളത് പക്ഷേ ഒറ്റ വാക്കിൽ ഒതുക്കി നിർത്താനേ എനിക്കാവുകയുള്ളൂ. ദാറ്റ് ഈസ് ലൈഫ്. അതാണ് ജീവിതം. അത് തിരിച്ചറിയുക. ഇതാണ് ജീവിതമെന്ന് തിരിച്ചറിയുക എന്നല്ലാതെ മറ്റൊരു വഴിയും അതിനില്ല. എത്ര വലിയ ഫിലോസഫി പറഞ്ഞ് നമ്മൾ ആശ്വസിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാലും അതിന് വലിയ അർത്ഥങ്ങളൊന്നുമില്ല. മുറിവേറ്റ മനസ്സിനെ അത്ര പെട്ടെന്ന് നമുക്ക് ആശ്വസിപ്പിച്ചിട്ട് നേരെയാക്കാനാവില്ല. അതിൻ്റെ ഭാരം അത്രയ്ക്കേറെ വലുതാണ്. എത്ര ഉണക്കാൻ ശ്രമിച്ചാലും ഉണങ്ങാതെ മുറിവുകളായിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ അതങ്ങനെ കിടക്കും. അവരോട് പറയാനുള്ളത് ഈ ഒരൊറ്റ വാക്ക് മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് ലൈഫ്. അതാണ് ജീവിതം. ആ യാഥാർത്ഥ്യത്തെ, ആ സത്യത്തെ ഉൾക്കൊള്ളാൻ പഠിക്കുക. അത് പഠിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒഴുക്ക് വീണ്ടും ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ തളർന്നു വീഴും. മനസ്സ് അസ്വസ്ഥമായാൽ ജീവിതത്തിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ വരും. അതുകൊണ്ട് ഇത് ജീവിതമാണെന്ന് തിരിച്ചറിയുക. നഷ്ടബന്ധങ്ങളൊക്കെ ജീവിതത്തിൻ്റെ സ്വാഭാവിക പ്രക്രിയയായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളാണെന്ന് തിരിച്ചറിയുക. അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ഇത് ജീവിതമാണെന്ന് തിരിച്ചറിയുക. ആ ഒരു സത്യത്തെ, ആ ഒരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനും അംഗീകരിക്കുവാനും നമ്മൾ പഠിക്കുക. അപ്രതീക്ഷിതമായിട്ടുള്ള അനുഭവങ്ങളുടെ ഒരു കലവറയാണ് ജീവിതമെന്ന് നമ്മൾ സ്വയം ബോധ്യപ്പെടുക. പ്രതീക്ഷിച്ചതൊന്നും ആയിരിക്കില്ല, നമ്മൾ മനസ്സിലാക്കിയതായിരിക്കില്ല, നമ്മൾ ചിന്തിച്ചതായിരിക്കില്ല. സത്യവും യാഥാർത്ഥ്യവും അതിൽ നിന്ന് ഒരുപാട് ദൂരെയായിരിക്കും. പുറമെ കാണുന്ന മനോഹാരിത ഉള്ളിനുണ്ടാവില്ല എന്ന് തിരിച്ചറിയേണ്ടി വരുന്ന അനുഭവങ്ങൾ ഇനിയും ഉണ്ടാവും. ഇന്നലകളിൽ മാത്രമല്ല, നാളെയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് ജീവിതമാണെന്ന് തിരിച്ചറിയുക. ഇത് ജീവിതമാണെന്ന ബോധ്യത്തോടു കൂടി ഉൾക്കൊള്ളാൻ പഠിക്കുക. ജീവിതത്തിൻ്റെ സ്വഭാവമാണെന്ന രീതിയിൽ അതിനെ മനസ്സിലാക്കാൻ പഠിക്കുക. അപ്പോഴാണ് നമുക്കിനിയും മുന്നോട്ട് പോകാനാവുന്നത്. കാരണം ഇനിയും നമുക്ക് ഒരുപാട് ആളുകളെ കണ്ടുമുട്ടാനുണ്ട്, ചേർത്ത് പിടിക്കാനുണ്ട്, വിശ്വാസത്തിലെടുക്കാനുണ്ട്. കാരണം നമ്മളൊരു സാമൂഹ്യ ജീവിയാണ്. സമൂഹത്തിൽ ഒരുപാട് ആളുകളുമായിട്ട് നമുക്കിനിയും ഇടപഴകേണ്ടതുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോഴും നമുക്ക് പല ആളുകളെയും വിശ്വാസത്തിലെടുക്കേണ്ടതുണ്ട്, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. അതിലെല്ലാ ആളുകളും ഒരേപോലെ ഒപ്പമുണ്ടാകുമെന്ന് നമുക്ക് പറയാനാവില്ല. അതിൽ പല ആളുകളും നമ്മളെ പറ്റിച്ച് കടന്നു പോകുന്നവരായിരിക്കാം. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, അത് ജീവിതമാണെന്ന് തിരിച്ചറിയുക. ദാറ്റ് ഈസ് ലൈഫ്. ഒരു മരച്ചില്ലയിൽ ഒരുപാട് ഇലകളില്ലേ, അതുപോലെയാണ് ജീവിതത്തിലേക്ക് കയറി വരുന്ന ബന്ധങ്ങൾ. കുറേ ഇലകൾ കൊഴിഞ്ഞു വീഴും, പുതിയത് കടന്നു വരും. അതങ്ങനെ വരികയും പോവുകയും ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലാക്കാനുള്ളത് ജീവിതത്തിൻ്റെ സ്വഭാവം ഇങ്ങനെയൊക്കെയാണ്. നമ്മളതിനോട് പൊരുത്തപ്പെടാൻ പഠിക്കുക എന്ന ഒരു വലിയ സത്യത്തെ ചേർത്ത് പിടിക്കുക. അപ്പോൾ ജീവിതം കുറേ കൂടി നമുക്ക് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാകും. പോയ കാലത്തിൻ്റെ നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് നമ്മൾ സങ്കടപ്പെടാതിരിക്കുക. നമ്മളെ വേണ്ട എന്ന് പറഞ്ഞ് കടന്നുപോയവരല്ലേ, നമ്മളെ പറ്റിച്ച് കടന്നുപോയവരല്ലേ, ആത്മാർത്ഥതയുണ്ട് എന്ന് തോന്നിപ്പിച്ച് ആത്മാർത്ഥതയില്ലാതെ നമ്മളോടൊപ്പം നടന്നവരല്ലേ. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും സങ്കടപ്പെടരുത്. അവരുടെ ഓർമ്മകളിലൂടെ നമ്മുടെ വർത്തമാനകാലത്തെ നിർജീവമാക്കരുത്. വരാൻ കിടക്കുന്ന കാലത്തെ സുന്ദരമാക്കാൻ വേണ്ടിയിട്ട് ചിലതൊക്കെ മനഃപൂർവ്വം മറക്കുക. മറക്കാൻ പറ്റിയില്ലെങ്കിൽ മറന്നതുപോലെ അഭിനയിക്കാനെങ്കിലും നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഇതൊക്കെ ജീവിതമാണ്. ജീവിതം ഇങ്ങനെയൊക്കെയാണ്. ആ തിരിച്ചറിവോടുകൂടി എല്ലാവർക്കും ജീവിക്കാനാവട്ടെ. നല്ല നിമിഷങ്ങളും നല്ല ബന്ധങ്ങളും ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഈ പറഞ്ഞവരുടെ കൂട്ടത്തിൽ നല്ല ബന്ധങ്ങളും ചിലപ്പോൾ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. ഒരിക്കലും പിരിയാതെ ഒപ്പം കൂടിയ ഒരുപാട് ആളുകളും നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അത് ജീവിതത്തിൻ്റെ വലിയ സൗന്ദര്യമായിട്ട് നമ്മളോടൊപ്പം ഉണ്ടാവുകയും ചെയ്യും. അല്ലാതൊക്കെ പറ്റിച്ചും അവഗണിച്ചും ഒറ്റപ്പെടുത്തിയും മാറ്റി നിർത്തിയുമൊക്കെ നമ്മളിൽ നിന്ന് വിട്ടൊഴിയും. എല്ലാം ജീവിതമാണെന്ന് തിരിച്ചറിയുക. ദാറ്റ് ഈസ് ലൈഫ്. എല്ലാവർക്കും അതിന് കഴിയട്ടെ. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം, മറ്റൊരു വിഷയവുമായിട്ട്. എല്ലാവർക്കും നന്ദി.